പ്ലാനിങ്ങിന്റെ പ്രശ്നമാകാം. അല്ലാതെ നമുക്കൊരു ഐഡിയ ഇത് ഉണ്ടെങ്കിൽ ഇത്രയാകാന്നുള്ളതൊക്കെ ആദ്യമേ സ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാകാം. ഇത്രയൊക്കെ തന്നെ വരത്തുള്ളൂ. അത് അപ്പൊ തന്നെ മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ. അത് പിന്നെ വേണമെങ്കിൽ പിന്നെ ഈ മുമ്പേ പറഞ്ഞ പോലെ പറയത്തില്ലേ, കുറെ ഇങ്ങനെ ഷൂട്ടിങ് സമയത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ ആഡ് ഓൺ ആയി അങ്ങനെയാണല്ലോ വലുതാകുന്നത്. അങ്ങനെ ആയിരിക്കും ലെങ്ത് വരിക, പിന്നെ ഇത് ചെറുതാക്കാൻ നോക്കുന്നു. പിന്നെ ചിലർ ആ പ്രിവിലേജ് എടുത്തിട്ട് നമുക്ക് എഡിറ്റിൽ നോക്കാം. അപ്പോൾ ഓക്കെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് അങ്ങനെ നമുക്ക് അതും കൂടെ എടുത്ത് വെച്ചേക്കാം, നമുക്ക് എഡിറ്റിൽ തീരുമാനിക്കാം എന്നുള്ളത്. ഫണ്ടിന്റെ ലക്ഷറി, പ്രിവിലേജിന്റെ ലക്ഷറി ഉള്ള ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യുന്ന അവരുടെ ക്രിയേറ്റീവ് ചോയ്സ് ആണ്. ഓൾറെഡി പ്രിവിലേജ് ഉണ്ടെങ്കിൽ അവർ ഓക്കെ, അത് അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുതൽ. വേണോ വേണ്ടോ പിന്നെ ഈ പറഞ്ഞ എല്ലാ ആംഗിളിൽ നിന്നും ഷോർട്സ് എടുക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ, ആവശ്യത്തിനുള്ള ഷോർട്സിൽ അധികമായിട്ട് എക്സ്ട്രാ ക്ലോസുകൾ, എക്സ്ട്രാ റിയാക്ഷൻസ്. ആ ഡയലോഗ് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഇത്ര ആംഗിളുകൾ എടുത്ത്, എന്നാൽ ഈ ആംഗിളിൽ നിന്നും കൂടെ എടുത്തേക്ക്, ഈ ആംഗിളും കൂടെ എടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് 360 ഡിഗ്രിയിൽ കവറേജ് എടുക്കുന്നത്. അത് അവരുടെ ഒരു കംഫർട്ടാണ്. അവർക്ക് ചിലപ്പോൾ അത് എഡിറ്റിൽ പോയിട്ട് കഥ മാറ്റുന്ന ആൾക്കാരുണ്ട്. ആ സീനിൻ്റെ തന്നെ സ്ട്രക്ചറെ മാറി ഇംപ്രവൈസ് ചെയ്ത് പുതിയ ഡയലോഗ്സ് ഡബ് ചെയ്ത് ഇറക്കണം. അപ്പോൾ ഈ ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളെങ്കിൽ അതിൽ ഡബ് ചെയ്ത് പറ്റില്ല. അപ്പോൾ അത് എഡിറ്റിലായിരിക്കും ആ സമയത്ത് ഈ ഷോട്ട് വെച്ചേക്കുക, അപ്പോൾ ഞാൻ ഈ അധിക ഡയലോഗ് ഡബ് ചെയ്ത് ചേർക്കാം. അത് ചില ആൾക്കാരുടെ വർക്ക് ഫ്ലോ അങ്ങനെയാണ്. അവരതിൽ അഗ്രഗണ്യരുമാണ്, അവരതിൽ നിന്ന് മാജിക് ഉണ്ടാക്കാറുണ്ട്.